എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇതുപോലെ ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് വെറും 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഉഴുന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഏത് സമയത്തുള്ള ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഇഡ്ഡലി മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ നമുക്ക് ഇഡ്ഡലി മാവ് പതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ പുതുതായി ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു ഇഡ്ഡലി മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു 1.5 പാത്രത്തോളം വരുന്ന പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പച്ചരിക്ക് പകരമായിട്ട് ഇഡ്ഡലി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇത് കറക്റ്റ് 1.5 പാത്രത്തോളം വരുന്ന പച്ചരി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പച്ചരിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലി അരയ്ക്കുന്ന സമയത്ത് പച്ചരിക്ക് നേരെ പകുതിയായിട്ടാണ് ഉഴുന്നെടുക്കാറ്. പക്ഷേ ഈ ഒരു ഇഡ്ഡലി മാവിൽ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉഴുന്നിൻ്റെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ചേർക്കുന്ന സമയത്ത് ഒരുപാടായി പോകേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതി. ഒരുപാടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവിന് ചെറുതായിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കട്ടെ. കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ നമുക്ക് ഈ ഒരു ഉഴുന്നും അരിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് 3-4 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ അരി ഉഴുന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുതിരാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കാം. കാരണം നമ്മൾ ആ ഒരു വെള്ളത്തിലാണ് ഈ ഒരു അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു പാത്രത്തിൽ തന്നെ ഒരു 3/4 കപ്പോളം വരുന്ന പുഴുങ്ങലരിയുടെ ചോറാണ്. ഇനിതെല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാടായി പോകണ്ട. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാം കൂടി അരച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കട്ടെ. മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് ഇനിയാണ് നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വരാനായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ള മാവ് എന്ന് പറയുന്നത് ഞാൻ 2 ദിവസം മുന്നേ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാവാണ് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മാവാണ്. ഈ ഒരു മാവിൽ നിന്ന് ഒരു 3-4 ടീസ്പൂണ് നമ്മളിപ്പോൾ അരച്ചെടുത്ത മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് എന്ന് പറയുന്നത് നന്നായിട്ട് അങ്ങോട്ട് പതഞ്ഞ് വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പതഞ്ഞ് പൊങ്ങിക്കിട്ടും. ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പൊങ്ങിക്കിട്ടും. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 4 ടീസ്പൂൺ അളവിലുള്ള മാവ്, അതായത് നമ്മൾ 2 ദിവസം മുന്നേ അരച്ചെടുത്തിട്ടുള്ള മാവ്, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള മാവും കൂടി നമുക്ക് ഇപ്പം അരച്ചെടുത്ത് ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു മാവ് പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു മാവ് 5-6 മണിക്കൂർ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാനായിട്ടങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ കണ്ടോ, നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള മാവ് ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ടിപ്പ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് ഇതുപോലെ നല്ലതായിട്ട് പതിഞ്ഞ് വരും. ഈ ഒരു മാവ് കൊണ്ടൊക്കെ ഇഡ്ഡലി ചൂടുന്ന സമയത്ത് നമ്മുടെ ഇഡ്ഡലി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ പൊങ്ങി വരും, പിന്നെ നല്ല ഫ്ലഫി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് ആവശ്യം. പിന്നെ ഇഡ്ഡലിയൊക്കെ ചുടുന്ന സമയത്ത് മാവ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ഇളക്കി എടുക്കണ്ട കേട്ടോ. ആ ഒരു ഫ്ലഫിനെസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോയി
പോയി പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇഡ്ഡലി തട്ടിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടി ഈ ഒരു ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്നത് ഇതുപോലെ വെട്ടിത്തിളക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് ഈ ഒരു മാവിലോട്ട് ആവി കയറുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് കറക്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയും കൂടിയാണ് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്ര സോഫ്റ്റാണ് നമ്മുടെ ഇഡ്ഡലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി മുറിച്ചിട്ടും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. പിന്നെ ഈ ഒരു ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉഴുന്നിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൂ. നിങ്ങളുടെ ഇഡ്ഡലി മാവ് സക്സസ് ആയിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.